ഏതൊരു സ്മാർട്ട് ഫോണുമായി കമ്പയർ ചെയ്താലും ഐഫോണിന്റെ ക്യാമറ എപ്പോഴും മുമ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളൊരു ഫോട്ടോ എടുത്താൽ ഐഫോണിന്റെ സോഫ്റ്റ്വെയർ അതിന്റെ ലൈറ്റും ഷാഡോയും കിൻടൂണും എല്ലാം കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് നൽകുകയാണ് ചെയ്യുന്നത്. വളരെ മികച്ചൊരു ഫീച്ചർ ആണെങ്കിലും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഫോട്ടോകൾക്കുണ്ടാവുമെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറിന് അത് പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നാണ്. നിങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണോ, അഥവാ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ഒറിജിനൽ റോ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഐഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ അത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ പ്രോ ക്യാമറ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ആദ്യം പറയാം, ഈ ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ പ്രോ വെർഷൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. പ്രോ വെർഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഫഷണലായിട്ട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എടുത്ത ഫോട്ടോകൾ അതേ രീതിയിൽ തന്നെ ഏറ്റവും മികച്ച റോ ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് നൽകുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. എന്താണ് ആപ്പിളിന്റെ ഒറിജിനൽ ക്യാമറയും നമ്മൾ ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുന്ന നോഫിഷൻ ക്യാമറ ആപ്ലിക്കേഷന്റെയും പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം? ആപ്പിളിന്റെ ക്യാമറ നമുക്കറിയാം, ആപ്പിൾ ഡീപ് വിഷൻ, സ്മാർട്ട് HDR എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ഉപയോഗിച്ചാണ് നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നൽകുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ആപ്ലിക്കേഷൻ അതൊന്നുമില്ലാതെ നമ്മൾ എന്താണോ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് പകർത്തുന്നത് അത് അതേ രീതിയിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാതെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ 100% നമ്മുടെ കയ്യിൽ തന്നെ കൺട്രോൾ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. യാതൊരുവിധ പ്രോസസ്സിങ്ങും ഇല്ലാതെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലഭിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സീറോ പ്രോസസ്സിംഗ് ആണ്. രണ്ടാമത്തത് പൂർണ്ണമായും മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് ഫിലിം പ്രീസെറ്റുകൾ എന്നുള്ളതാണ്. ഇതിൽ വ്യത്യസ്തമായ പ്രീസെറ്റുകൾ ഓൾറെഡി നമുക്ക് ലഭിക്കുന്നുണ്ട്. എടുക്കുന്ന ഫോട്ടോകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രീസെറ്റുകൾ ആഡ് ചെയ്ത് ഒരു എഡിറ്റിംഗ് ചെയ്ത രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ ഐക്കൺ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ ഐക്കണ് പകരം ഈ ഒരു ആപ്ലിക്കേഷനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, ക്യാമറ ബട്ടണിലും ഇതിന്റെ എല്ലാ ഫംഗ്ഷനുകളും പ്രവർത്തിക്കുന്നതായിരിക്കും. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫേസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ എല്ലാ രീതിയിലുള്ള പ്രൊഫഷണൽ സെറ്റിംഗ്സുകളും ഇതിൽ നിന്ന് തന്നെ മാനുവലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഷട്ടർ സ്പീഡ്, ISO, വൈറ്റ് ബാലൻസ്, അതുപോലെ ഫോക്കസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാ മോഡിലും നിങ്ങൾക്ക് ലൈവ് ഫോട്ടോയും എടുക്കാം. അതുപോലെ പോർട്രേറ്റ് ഫോട്ടോകളും എല്ലാ മോഡുകളും ഉപയോഗിച്ചും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. ഏതൊരു കാര്യവും നിങ്ങൾക്ക് മാനുവലായി ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു DSLR ക്യാമറയിൽ എന്തൊക്കെയാണോ മാനുവലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതേ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമായ ഫിൽറ്ററുകളും ഇതിൽ നിന്ന് ഡയറക്റ്റായി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിരവധി ഫിൽറ്ററുകൾ ഇതിൽ പ്രീസെറ്റായിട്ട് അവൈലബിൾ ആണ്. അതുകൂടാതെ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റോ ഫോർമാറ്റിൽ വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ HEIF+ വേണമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഏറ്റവും മാക്സിമം റെസൊല്യൂഷനിലും നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ HDR, മറ്റു ഓറിയന്റേഷനുകളൊക്കെ മുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾ ഫോക്കസ് സെലക്ട് ചെയ്യുന്നതിന് തൊട്ടിപ്പുറത്തായി അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചറുകളായ കിഡിലൻ ക്യാമറ ആപ്ലിക്കേഷനാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ഡൗൺലോഡ് ചെയ്ത് ആദ്യത്തെ 7 ദിവസം നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ ട്രയൽ ആക്റ്റീവ് ചെയ്യാം. അതിനുശേഷം ഉപയോഗിച്ച് നിങ്ങൾക്ക് തൃപ്തിയാവുകയാണെങ്കിൽ അതിനെ ഒരു വർഷത്തേക്കോ അതല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ടോ ഉപയോഗിക്കാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ ആപ്ലിക്കേഷനാണിത്. ഇതുപോലത്തെ വേറെയും ആപ്ലിക്കേഷനുകളുണ്ട്. ഹാലിഡേ മാർക്ക് 2, പ്രോ ക്യാമറ, അങ്ങനെ തുടങ്ങിയ മറ്റ് ആപ്ലിക്കേഷനുമുണ്ട്. അവരേക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ചീപ്പായിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഐഫോൺ ഉപയോഗിച്ച് പ്രൊഫഷണലായ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഐഫോൺ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.